എല്ലാവർക്കും ബൂഡോണ സെൻഷിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ നോക്കിയത് ഒരു ബെൽറ്റിന്റെ സിലബസ് ആണ്. 4-5 പാർട്ടായിട്ട് നമ്മൾ വൈറ്റ് ബെൽറ്റ് സിലബസുകൾ നമ്മൾ നോക്കി. അതിൽ നമ്മൾ പഠിച്ചത് പഞ്ച്, കിക്ക്, ബ്ലോക്ക്, സ്റ്റാൻസ് എന്നിവയാണ് അതിൽ പഠിച്ചത്. ഇനി നമുക്ക് ആ ബെൽറ്റിന്റെ പ്രധാനമായിട്ട് കത്ത എന്താണെന്ന് നോക്കാം. കരാത്തയിലെ കത്ത എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ഐറ്റമാണ്. കരാത്തയിലെ കത്ത സാധാരണ പഠിക്കുന്നവരും മത്സര ഇനമായിട്ടും ഒക്കെ കത്ത ഉപയോഗിക്കുന്നുണ്ട്. കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ അറേഞ്ച്ഡ് ഫൈറ്റിംഗ് മെത്തേഡാണ് കത്ത. അതായത് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കിക്കുകളും ബ്ലോക്കും പഞ്ചും സ്റ്റാൻസുകളും കൊണ്ട് അതിന്റെ പ്രാക്ടീസിനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കത്ത. അപ്പൊ ഈ കത്ത എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അയാൾ കരാത്തയില് അത്രത്തോളം കഴിവ് ആർജിച്ച ഒരാളായിരിക്കും എന്നാണ് കരാത്തയിലെ പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു ഫണ്ടമെന്റൽ കത്തയാണ്. അതായത് ഈ ജാപ്പനീസ് ലിപിയിൽ ടേക്കാക്കു കത്താസ് എന്ന് പറയും. ടേക്കാക്കു കത്താസ്, അതായത് ടേക്കാക്കു എന്ന് പറഞ്ഞാൽ ബേസിക്, ഫണ്ടമെന്റൽ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ആ കത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ കത്ത ടേക്കാക്കു കത്ത എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ കത്തയാണ്. അതായത് ഈ കത്തയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു സെൻകുസ്രാച്ചി, അത് സ്റ്റാൻസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻസ് നേരത്തെയുള്ള വീഡിയോയിൽ ആ സ്റ്റാൻസ് ഇട്ടിട്ടുണ്ട്. അറിയാത്തവർ അത് നോക്കുക. ആ സെൻകുസ്രാച്ചി സ്റ്റാൻസ്, ലോവർ ബ്ലോക്ക്, അതായത് ജതംബരായി തുറന്ന ലോവർ ബ്ലോക്ക്, ഒരു പഞ്ച്, പിന്നെ ഇതിന്റെ ഈ കത്ത ടേണിങ്, ഇങ്ങനെയുള്ള 3 ഭാഗങ്ങളാണ്. അതായത് ടെക്നിക്കായിട്ട് ഒരു ബ്ലോക്കും ഒരു പഞ്ചും ആണ് ടെക്നിക്കായിട്ട് പഠിക്കേണ്ടത്. പിന്നെ സ്റ്റാൻസ് ആണ് രണ്ടാമത് പഠിക്കേണ്ടത്. മൂന്നാമതിന്റെ ടേണിങ്, എങ്ങനെയൊക്കെയാണ് തിരിയേണ്ട രീതിയിലാണ്. ഈ 3 കാര്യങ്ങൾ ഉപകരിക്കുന്നതാണ് കത്ത. ഈ കത്ത പ്രധാനമായിട്ടും നമ്മള് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ഈ കത്ത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു എച്ച് ഷേപ്പ് അല്ലെങ്കിൽ ഐ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ പറയാം. അതായത് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു ബ്ലോക്ക്, അത് കഴിഞ്ഞൊരു പഞ്ച്, അത് കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്നതിന്റെ റൈറ്റിലോട്ട് ഒരു ബ്ലോക്ക്, അവിടെ ഒരു പഞ്ച്, അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലോട്ട് ഒരു ബ്ലോക്ക്, അത് കഴിഞ്ഞ് അവിടെ ഒരു 3 പഞ്ച് ചെയ്ത് മുന്നോട്ട് വരികയും രണ്ടാമത് ലെഫ്റ്റ് സൈഡിലോട്ട് വീണ്ടും തിരിഞ്ഞ് ബ്ലോക്ക് ചെയ്യുകയും അവിടെ ഒരു പഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റ് സൈഡിലോട്ട് വീണ്ടും ഒരു ബ്ലോക്ക്, ഒരു പഞ്ച്, പിന്നെ നമ്മൾ തിരിച്ച് വന്ന വഴിയാൽ നമ്മൾ തിരിച്ചു പോയിട്ടാണ്. അതിനനുസരിച്ച് ഒരു ബ്ലോക്ക് ചെയ്യണം. പിന്നെ 1, 2, 3 എന്നീ 3 പഞ്ചുകളാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഴയതുപോലെ നമ്മൾ നിന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ബ്ലോക്ക്, ഒരു പഞ്ച്, വീണ്ടും റൈറ്റ് സൈഡിലോട്ട് ഒരു ബ്ലോക്ക്, ഒരു പഞ്ച്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കത്ത ഫിനിഷ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരിക, നമുക്ക് ബോ ചെയ്യുക, വീണ്ടും വരിക. നമ്മൾ ബോ ചെയ്യുകയാണ് കത്ത തുടങ്ങേണ്ടത്, കത്ത അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 2 സൈഡും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഈ കത്തയ്ക്ക് നമ്മളുള്ളത് 20 മൂവ്മെന്റ് ആണ് ഉള്ളത്. അത് ഈ കത്ത എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ 2-3 രീതിയിൽ ഞാനിവിടെ കാണിക്കാം. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെവലാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് വൈറ്റ് ബെൽറ്റിൽ പഠിക്കാനുള്ള ലെവലിലാണ് ഈ കത്ത എടുക്കുന്നത്. ഈ കത്ത ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ അല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കാരണം ബ്ലാക്ക് ബെൽറ്റോ അല്ലെങ്കിൽ അതിന് ഉയരോട്ടുള്ള ഓരോ ബെൽറ്റ് എത്തുമ്പോഴും അതിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ആ വ്യത്യാസം വരുന്ന സ്റ്റാൻഡേർഡുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കത്ത എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കത്ത എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ കത്ത ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ രീതി എന്ന് നമുക്ക് ഇതിൽ നോക്കാം. ആദ്യം നമ്മൾ പൊസിഷനിൽ വരണം. ഇവിടെ പൊസിഷൻ, അത് കഴിഞ്ഞ് നമ്മള് ഗോ ചെയ്യണം, ട്രൈ ചെയ്യണം. ട്രൈ കത്തയുടെ പേര് അനൗൺസ് ചെയ്യണം. അതായത് ഈ കത്തയുടെ പേര് ടേക്കാപ്പ് ഷൊടാണ്. കത്ത ടേക്കാപ്പ് ഷൊടാൻ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ബ്ലോക്ക് ആണ്. സെൻകുസ്രാച്ചിയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ബ്ലോക്ക്. സെൻകുസ്രാച്ചിയിൽ പഞ്ച്. Go. 6 Hachi. Hits. Knee. Set. Go. 6 Hachi. Hits. Knee. Set. അപ്പൊ നമ്മൾ ഇതാണ് കത്ത. കത്ത ഫിനിഷ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോ സൈഡും നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നിർത്തി നോക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൊസിഷനിൽ വരും. ഇവിടെ ട്രൈ ഗോ ചെയ്യണം. കത്തയുടെ പേര് അനൗൺസ് ചെയ്യണം. ടേക്കാപ്പ് ഷൊടാൻ. വീണ്ടും പോയി പൊസിഷനിൽ വരണം. നമ്മൾ
ലെഫ്റ്റ് സൈഡിലോട്ട് സ്റ്റാർട്ട് ഹിറ്റ്സ് നീ സൈഡ് തിരിച്ച് റൈറ്റ് സൈഡിലോട്ട് അവിടെ ഒരു പഞ്ച് അപ്പൊ ഈ സൈഡിലോട്ടാണ് വരേണ്ടത് ഗോ ഈ മൂന്നാമത്തെ പഞ്ചിന്റെ സ്ഥലത്ത് ഒരു ഹിയാ ഷോട്ട് ഇവിടെയാണ് നമുക്ക് ഹിയാ ഷോട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് വീണ്ടും പഴയതുപോലെ ആ സൈഡിലോട്ട് തുടങ്ങണം. അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് ഈ സൈഡിൽ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഇവിടെയും ഒരു ഹിയാ ഷോട്ട്. അങ്ങനെ ഈ കഥയിൽ രണ്ട് ഹിയാ ഷോട്ടുകളാണുള്ളത്. രണ്ട് സ്ഥലത്തുള്ള ഹിയാ ഷോട്ടുകളാണ്. ഇനി വീണ്ടും തിരിച്ച് ഇത്രയാണ് നമ്മൾ കഥ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ കഥ മറ്റൊരാളാണ് അടുത്ത ലെവലിലേക്ക് എങ്ങനെയാണ് ഈ കഥ മാറുന്നതെന്ന് മറ്റൊരു ബെൽറ്റിൽ നമുക്ക് ചെയ്ത് കാണിക്കാം. അടുത്ത നമ്മുടെ കത്ത എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത നേരത്തെ ചെയ്ത ലെവലിനെക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ലെവലിലേക്ക് കത്ത ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കത്ത വീണ്ടും തുടങ്ങുന്നത് ബോയിലാണ്. നമ്മൾ സാധാരണ തുടങ്ങുന്നത് എങ്ങനെയാണ്? റെഡി, കത്ത സ്റ്റാർട്ട്. കത്തയുടെ പേര് അനൗൺസ് ചെയ്യുക. വീണ്ടും പൊസിഷനിലേക്ക് വരിക. കത്ത സ്റ്റാർട്ട് ചെയ്യുന്നു. Go! 6 Haji! Hits! Knee! Sun! Shake! Go! 6 Haji! Hits! Knee! Sun! Shake! Node! Right! Node! നമ്മുടെ അടുത്ത ലെവലില് നമുക്കൊരു നേരത്തെ നമ്മൾ രണ്ട് ലെവല് കത്ത കണ്ടു. ഒരേ കത്ത രണ്ട് ലെവൽ നമ്മൾ കണ്ടു. ഇനി നമ്മളൊരു മൂന്നാമത്തെ ലെവലിലേക്ക് കടക്കുക. അതായത് ഓരോ കത്തയും ഈ ലെവലിലാണ് നമുക്ക് കത്തയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഒരാൾ കത്ത ചെയ്യുന്നതാണ്. റെഡി, സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ കത്ത ലെവലിലാണ് നമുക്ക് ചെയ്യേണ്ടത് കളർ ബെൽറ്റിന്. ഇത് കഴിഞ്ഞ് നമ്മൾ മത്സരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിനേക്കാളും നല്ല പെർഫെക്ഷൻ ഉണ്ട്. ഈ കത്ത വരേണ്ടതുണ്ട്. ഇതിനേക്കാളും വലിയ പെർഫെക്ഷൻ. അത് നമ്മൾ നിരന്തരമുള്ള പ്രാക്ടീസ് കൊണ്ടാണ് അങ്ങനെയുള്ള പെർഫെക്ഷനുകളിൽ ഈ കത്ത എത്തിക്കുന്നത്. അപ്പോ നമ്മൾ ഈ കത്ത അതായത് ടേക്കാപ്പൂർ ഷോളൻ എന്ന ആദ്യത്തെ കത്ത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്ന കമന്റിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഇനി കാണുന്നതുവരെ